മിനിങ്ങാന്ന് സംഭവം ഉണ്ടായിരുന്നു, ഫോൺ എന്തോ അടിച്ചോണ്ട് നിങ്ങൾ ഇറങ്ങി വന്നപ്പോ എന്തോ സംഭവം ഉണ്ടായി? എടാ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഒരുമിച്ച് ജോലി കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാണ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്. ഇറങ്ങിയ സമയത്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്ന് നമുക്ക് ട്യൂബിലാണ് വരേണ്ടത്. അപ്പോൾ ട്യൂബിൽ കയറാൻ വേണ്ടി കുറച്ച് ദൂരം നടക്കണം, ഒരു 10-15 മിനിറ്റ് നടക്കണം. അപ്പോൾ അങ്ങനെ നടന്ന് കുറച്ച് നടന്നപ്പോൾ ഒരു 3 പയ്യന്മാർ അവിടെ നിൽപ്പുണ്ട്. നമ്മൾ പിന്നെ ശ്രദ്ധിച്ചില്ല. നമ്മൾ പിന്നെ ഫോണിൽ നമ്മുടെ IPL നടക്കല്ലേ, പ്രീമിയർ ലീഗ്. അപ്പോൾ ആ IPL കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഫോൺ അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവനാണ് കളി ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടുകൊണ്ട് വരായിരുന്നു. പെട്ടെന്ന് ബാക്കിൽ നിന്ന് ആരോ ഒന്ന് ഫോൺ പിടിച്ച് വെച്ച് ഓടുമ്പോഴത്ത് വന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അവനെ പിടിച്ചു. ആ ഫോൺ പിടിച്ചു വാങ്ങിച്ചവനെ പിടിച്ച അവനെ എൻ്റെ ഫ്രണ്ടിനെ ചുറ്റി എറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്ത് അവൻ വീണ്ടും എണീച്ച് ഓടാൻ നോക്കി അവൻ്റെ ബാക്കിൽ നിന്ന്. അപ്പം ഞാനും അവൻ്റെ ബാക്കിൽ നിന്ന് ഓടി. അപ്പോൾ ഈ ഫോൺ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയവൻ കയ്യിൽ നിന്ന് എന്തോ സാധനം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി, ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഇങ്ങനെ തറയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെന്ത് വിചാരിക്കും, നമ്മളെ വാങ്ങിച്ചോണ്ടേ ഫോണായിരിക്കും അവൻ തറയിലിട്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ബാക്കിൽ ഓടിയതുകൊണ്ട് എന്താണ് നമ്മൾ തൊട്ടടുത്തേക്കല്ലേ, തൊട്ട് ശകലം ഗ്യാപ്പേ ഉള്ളൂ, പിടിക്കാൻ പറ്റും അവനെ. ഫോൺ നിങ്ങളുടെ കയ്യിൽ വെച്ചോണ്ടോ അതോ? ഫോൺ അതല്ലേ, ഫോൺ നമ്മുടെ കയ്യിൽ വെച്ച് ഈ കളി കണ്ടോണ്ട് വരെ. അപ്പൊ അങ്ങനെ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആയിരിക്കണം. 3 കൊച്ചു പിള്ളേരാ, കൊച്ചു 20-23 വയസ്സിൽ താഴെ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ പിടിച്ചു വെച്ചോണ്ട് ഓടി. നമ്മൾ വീണ്ടും ബാക്കിൽ നിന്ന് ഓടിയപ്പോഴത്തേക്കും ഏതോ ഒരു വഴി എത്തിയപ്പോൾ അങ്ങ് തിരിഞ്ഞു കയറിക്കളഞ്ഞു. എന്നിട്ട് എന്താ, പോലീസിന് കേസ് കൊടുത്തു. ആ പോലീസ് കേസ് കൊടുക്കുമ്പോഴത്തേക്ക് അവരാദ്യം കേൾക്കണത് എന്തെന്ന് വെച്ചാൽ ഫോണിന് ഇൻഷുറൻസ് ഉണ്ടോ. അപ്പൊ എന്താ, അവന്റെ ഫോണിൽ ഇൻഷുറൻസ് ഇല്ല. അപ്പം അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. കാരണം ഇപ്പൊ നമ്മുടെ ഈ നാട്ടില് ഭയങ്കരപ്പെട്ട ഒരു ഉപകാരമായിട്ടൊരു സംഭവം. ഇവിടെ മോഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, കുറച്ചധികം തന്നെ നടക്കുന്നു. നല്ല രീതിയിൽ മോഷണം നടക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊക്കെ ഈവൻ നമുക്കിവിടെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ നമ്മുടെ കയ്യിലിരിക്കും. ഫോൺ നമ്മുടെ കയ്യിൽ ഒരുപാട് ഇങ്ങനെ മോഷണങ്ങളും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. സോ എപ്പോഴും ഇവിടെ നിന്നൊരു ഫോൺ മേടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഫോൺ ഇൻഷുറൻസ് ചെയ്യുക എന്നുള്ളതാണ്. എടാ ഇത് സംഭവം വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ ബാക്കിൽ നിന്ന് വെച്ചിട്ട് വലിച്ചോണ്ട് പോവുകയാണ്. അതാണ് സംഭവിച്ചത്. നമുക്ക് ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരുപാട് മോഷണങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ്. ആരും പ്രതീക്ഷിക്കുന്നില്ല. ഈവൻ നമ്മുടെ പോക്കറ്റിനകത്ത് ഇടുന്ന സാധനങ്ങൾ വരെ ജസ്റ്റ് ഒരു ക്രൗഡിന്റെ ഇടയിൽ പോയിട്ട് തട്ട് വന്നു നമ്മൾ അറിയാത്ത തന്നെ നമ്മൾ കയ്യിൽ നിർത്തുന്നു. അപ്പോൾ ഈ ഇൻഷുറൻസ് നമ്മൾ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരു മാസം ഒരു 15 പൗണ്ട് 16 പൗണ്ടൊക്കെ വരത്തുള്ളൂ ഇൻഷുറൻസ്. അതിൽ കോമഡി എന്ന് വെച്ചാൽ അവൻ ഇൻഷുറൻസ് എടുക്കാത്തതുകൊണ്ട് തന്നെ അവന് വീണ്ടും EMI അടച്ചുകൊണ്ടിരിക്കുന്നു. മാസം തോറും അവന്റെ EMI വെക്കൊണ്ടിരിക്കും. അവന് ഒരു നമ്മളിവിടെ ഒരു കോൺട്രാക്ട് ഒരു സാധനം എടുത്തെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ അതിന്റെ ബാക്കി ഇതൊക്കെ പിന്നെ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇനി അവനോട് തന്നെ ചോദിച്ച് അവൻ തന്നെ പറയണം. അല്ലാണ്ട് ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിന് ശേഷം ഇനിയിപ്പോ ഐഫോൺ ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പോയ സമയത്ത് iCloud വെച്ച് നമുക്ക് ഫോൺ കണ്ടുപിടിക്കാം. കാരണം ഇപ്പം പുതിയ അപ്ഡേറ്റുകളൊക്കെ വെച്ചിട്ട് ഐഫോൺ ഈവൻ സ്വിച്ച് ഓഫ് ആയാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ യൂട്യൂബ് വീഡിയോക്കകത്ത് കണ്ടതാണ്. എനിക്ക് എത്രത്തോളം ഇതാണെന്ന് അറിയത്തില്ല. യൂട്യൂബ് വീഡിയോക്കകത്ത് കണ്ടതാണ്. ഫോൺ ഇങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഈ ട്രാക്ക് ചെയ്യണമെങ്കിലും നമുക്ക് മറ്റൊരു ഫോണിൽ കയറണമെങ്കിലോ അല്ലെങ്കിൽ വേറൊരു ഐഫോണിൻ്റെ തന്നെ വേറൊരു ഡിവൈസിൽ കയറണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മാക്കിലോ എന്തെങ്കിലും കയറണമെങ്കിൽ പോലും നമുക്ക് നമ്മുടെ iCloudഉം പാസ്വേഡും അറിയണം. ഇവിടെ അടുത്ത് വേറൊരു പ്രശ്നമാണ്, മിക്കവർക്കും iCloudഉം പാസ്വേഡും അറിഞ്ഞൂടാന്നുള്ളത്. iCloud അറിയായിരിക്കും, കാരണം അവരുടെ മെയിൽ ID ആയിരിക്കും. എന്തായാലും മിക്കവരുടെ മെയിൽ ID തന്നെ ആയിരിക്കും. പക്ഷെ പാസ്വേഡ് മറന്നു പോകുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം നീ പറഞ്ഞതുപോലെ തന്നെ അവനും എൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് സംസാരിച്ചാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ്റെ പാസ്വേഡ് അവന് ഓർമ്മയില്ലായിരുന്നു. 2 തവണ അടിച്ചത് റോങ് ആയിപ്പോയി, 3 തവണ അടിച്ചപ്പോൾ റോങ് ആയിപ്പോയി വെച്ചപ്പോൾ അവൻ്റെ പാസ്വേഡ് ലോക്കായി. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പാസ്വേഡ് ലോക്ക് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പാസ്വേഡ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അതൊന്നും കറക്റ്റ് ടൈമിൽ പ്രോപ്പറായിട്ടൊന്നും അല്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും iCloudന്റെ പാസ്വേഡ് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളൊരു ഡയറിയോ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഫോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് സേവ് ചെയ്തിടുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് നല്ല ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്തെടുക്കുന്നത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നീ പറഞ്ഞ വെച്ചാൽ എന്താ, ഇവിടെ ഒന്ന് ഫോൺ വാങ്ങിക്കുന്ന ഒരു കേസാണ് പറഞ്ഞത്. അപ്പൊ നാട്ടിൽ നിന്ന് ഈ ഐഫോണും S24 കൊണ്ടുവരുന്നത് എന്തി? അത് വലിയൊരു ചോദ്യമാണ്. സാധാരണ സംഭവം ശരിയാണ്. കാരണം നാട്ടിൽ നിന്ന് ഫോൺ കൊണ്ടുവരുന്നവർക്ക് ഇവിടെ ഞാൻ അന്വേഷിച്ചിടത്തോളം വെച്ച് വലിയ യൂസ് ഒന്നുമില്ല. ഇവിടെ ഒന്നും ഇൻഷുറൻസും ചെയ്യാൻ പറ്റില്ല. അവരവരുടെ ഫോൺ മാക്സിമം അവർ സൂക്ഷിക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ ഒരുപാട് ചോദിച്ചപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഈവൻ നാട്ടിൽ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയില്ല. ഞാൻ ഫോൺ എടുത്ത സമയത്ത് ഞാൻ നാട്ടിൽ എനിക്ക് ഡാമേജ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു, തെഫ്റ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല.
നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവർക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇപ്പം ചിലർ ഫോൺ എടുത്തിട്ട് ആദ്യമേ ഒരു 15-16 കൊണ്ട് അടയ്ക്കണ്ടേ എന്ന് കരുതി, ഇവർ എനിക്കറിയാമെന്നുള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്. 15-16 പൗണ്ട് അടയ്ക്കണ്ടേ എന്ന് കരുതി ഇൻഷുറൻസ് എടുക്കാണ്ടിരിക്കുന്നവർക്ക്. ഈ 15-16 പൗണ്ട് അടച്ചിരുന്നെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫോണ് അതുകൊണ്ട് മാത്രമാണ് അടയ്ക്കാത്തത്. അവന്റെ ഫോണ് നഷ്ടപ്പെട്ടതുപോലെ ഫോൺ നഷ്ടപ്പെട്ട ഒന്നുമില്ല, ഊപ്സ് അടിച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ എടാ നമ്മൾ ഫോൺ എടുത്തിട്ടേ എത്ര കാലത്തിനകം ഇൻഷുറൻസ് എടുക്കണം അങ്ങനെയല്ലോ? അതാണ് അത്. നമ്മുടെ ഫ്രണ്ട് തന്നെ ഉണ്ട്, അവൻ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി അവൻ 3 നിന്നാണ് ക്രെഡിറ്റിന് എടുത്തത്. ഫോൺ 3 നിന്ന് ക്രെഡിറ്റിന് എടുത്തപ്പോൾ അവൻ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ്റെ അടുത്ത് അവർ പറഞ്ഞത് 3 to 5 months, 3 months, എനിക്ക് തോന്നുന്നു 3 months ആണ്. 3 monthsനകത്ത് അവർ ഇൻഷുറൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല എന്ന്. അത് 3-ലാണ്. അത് നമുക്ക് അല്ലാണ്ട് ബാങ്കിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ലോയിഡ്സോ ബാർക്ലേസ് ഒക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എപ്പോൾ ചെയ്യാമോ? അതെപ്പോൾ ഉണ്ടോ ചെയ്യാം, കുഴപ്പമില്ല. ലോയിഡ്സ് ബാർക്ലേസ് ഒക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി നമുക്ക് ഫോണിന്റെ ഇൻഷുറൻസ് വേണ്ടി ചെയ്യാൻ വേണ്ടി. ഈവൻ ഞാനിപ്പോൾ ബാർക്ലേസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ അവർ ചോദിച്ചായിരുന്നു എൻ്റെ ഫോണിന് ഇൻഷുറൻസ് ചെയ്യണോ. ഞാൻ ഫോണിന് ഇൻഷുറൻസ് ചെയ്തില്ല, കാരണം ഞാൻ ഓൾറെഡി സാംസങ്ങിൽ നിന്ന് ഫോൺ എടുത്തപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഇൻഷുറൻസ് കൂടെ ചേർത്താണ് എടുത്തത്. ഞാൻ ഒരു വർഷത്തേക്ക് എനിക്ക് തോന്നുന്നു 150 പൗണ്ട് എന്തോ അടച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്കിനി കുഴപ്പമില്ല. എന്നാലും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അല്ല, നീ സൂക്ഷിക്കുന്നു പറയണ്ട, കാരണം ഇതിന് മുമ്പേ നിന്റെ സാംസങ് S23 ആയിരുന്നു. അത് കള്ളന്മാരില്ല, അത് നിന്റെ ഇതുകൊണ്ട് കളഞ്ഞത് ഞാൻ പറയുള്ളൂ. അത് ശരിയാണ്. ഞാനും ഇവിടെ നിന്ന് ഫോൺ കളഞ്ഞ ഒരാളാണ്. എൻ്റെ S22 ഞാൻ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന് ഞാനും ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പുറത്തൊക്കെ അത് പിടിച്ചു വാങ്ങിച്ചോണ്ട് പോയതല്ല, അത് എവന്റെ പ്രശ്നമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. സത്യമാണ്, എൻ്റെ അശ്രദ്ധമാണ്. ഞാൻ ഭയങ്കരമായിട്ടൊരു കെയർലെസ് ആയിട്ടൊരു പേഴ്സണാണ്. ഒരുപാട് എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്. ഞാനത് ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. അങ്ങനെ ഫോൺ എടുത്ത് പുറത്ത് വെച്ച സമയത്ത് ആണ് എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ നഷ്ടമായത്. അത് ഞാൻ അപ്പം അറിയില്ലായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്, ഫോണ് പോയത്. പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3-5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു S23 ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് യൂസ് ചെയ്യുന്നതിന് പക്ഷേ ഞാൻ മാക്സിമം പുറത്ത് ഞാൻ എടുക്കുന്നുണ്ട്, എന്നാലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സേഫ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ഇവിടെ എൻ്റെ കൂട്ടുകാർ തന്നെ ഉണ്ട്. എന്തായാലും ഇപ്പൊ ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഇൻഷുറൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല. എൻ്റെ കൂട്ടുകാർ തന്നെ ഉണ്ട്, അവൻ ഫോൺ പുറത്തിറക്കുന്നില്ല. അതുകൊണ്ട് അവൻ ഇൻഷുറൻസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. അവൻ ഫോൺ പുറത്തെടുക്കാറില്ല, ഫോൺ വാച്ചോണ്ട് വെച്ച പെട്ടിക്കകത്ത് തന്നെ ഇവൻ ഫോൺ പുറത്തെടുക്കാറില്ല. ഇവൻ്റെ ഇപ്പോൾ തന്നെ പുറത്ത് വന്നപ്പോഴും നമ്മളെല്ലാവരും ഉണ്ട്, ഫോൺ എടുത്തോണ്ടതില്ല. ഇവനോണ്ട് ഒരു പഴയ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ഫോൺ നഷ്ടമാകത്തില്ല, ഇൻഷുറൻസിൽ കുഴപ്പമില്ല. ഇനി വീട്ടിനകത്ത് ഒരു കള്ളന്മാർ എടുത്തോണ്ട് പോകുന്നത് എടുത്തോണ്ട് പോയാലേ ഉള്ളൂ, അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഫോൺ എടുക്കുമ്പോൾ എല്ലാവരും ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഫോൺ എടുക്കുമ്പോൾ എല്ലാവരും ഇൻഷുറൻസ് എടുക്കുക. കാരണം ഇവിടെ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്രെഡിറ്റിനൊക്കെ ആദ്യമേ ഫോണൊക്കെ കിട്ടും. ഫോൺ എടുക്കുന്നവർ അതിനോടൊപ്പം തന്നെ ഇൻഷുറൻസും ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇവൻ അവിടെ നിന്ന് മിസ്സായി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഒരു 60 പൗണ്ട് എന്തോ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഫോൺ കിട്ടും. പുതിയ ഫോൺ കിട്ടും. പുതിയ ഫോൺ തന്നെ കിട്ടും. റീഫർബിഷ്ഡ് ആണെന്ന് തോന്നുന്നു, ഫോൺ കിട്ടും. എന്നും പറഞ്ഞ് എല്ലാവരും കെയർലെസ് ആയിട്ട് നടക്കണമെന്ന് പറയുന്നില്ല. എപ്പോഴും അവരുടെ കയ്യിരിക്കുന്ന ഫോൺ സൂക്ഷിക്കുക. കാരണം കൊടുക്കുന്ന ഒരു 60 പൗണ്ട് ആണെങ്കിലും അത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഇവിടെ എല്ലാവരും പണിയെടുത്ത പൈസ ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് 60 പൗണ്ട് എന്ന് പറയുമ്പോഴും അതും ഒരു എമൗണ്ട് തന്നെയാണ്. അതും കൊടുക്കാണ്ടിരിക്കുക. സോ എല്ലാവരും ഫോൺ മാക്സിമം നല്ല രീതിയിൽ സൂക്ഷിച്ച് കൊണ്ട് നടക്കുക എന്നുള്ളത്. ഫോൺ എപ്പോഴും പുറത്തെടുക്കുമ്പോൾ ടൈറ്റായിട്ട് കയ്യിൽ പിടിച്ചേക്കുക. ഇവൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. നമ്മളിപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഫോൺ കടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനായാലും ഇപ്പം പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെയും പിടിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരിക്കും. മോസ്റ്റ്ലി ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എടുത്തോണ്ട് പോകാൻ വേണ്ടി ഇവിടെ ഓരോരുത്തർ സൈക്കിളിലും ഒക്കെ വന്നിട്ടൊക്കെയാണ് എടുത്തോണ്ട് പോകുന്നത്. ഈ സ്കൂട്ടറിലൊക്കെ വന്നിട്ട് എടുത്തോണ്ട് പോയി. പിന്നെ ഉമ്മാരുടെ ബാക്കിൽ നിന്ന് ഓടിക്കഴിഞ്ഞാലും അവരെ കാരണം ഇപ്പൊ നമുക്കും ഈ സ്കൂട്ടറിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ അങ്ങനെ പോകുമ്പോഴേ ആൾക്കാർ പേടിച്ചു പോവേ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവന്മാരുടെ ബാക്കിൽ നിന്ന് ഓടിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഇവന്മാരുടെ ബാക്കിൽ നിന്ന് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ നമ്മൾ അമ്മയുടെ ബാക്കിൽ നിന്ന് ഓടുന്നതായിരിക്കില്ല, ഇവന്മാരെ നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇവന്മാരുടെ ഏതെങ്കിലും ഗ്യാങ്ങിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവന്മാർ നമ്മളെ പേടിപ്പിച്ച് അത് വിഷയം നിന്റെ ഉള്ളത് കൂടെ എല്ലാം കൂടെ കൊണ്ടുപോകും. നമ്മള് ഫോൺ മാത്രം നമ്മൾ ഈ ബാഗിനകത്ത് പേഴ്സും അതെല്ലാം ഇട്ടോണ്ടിരിക്കുമ്പോൾ ഇവന്മാർ അവിടെ കൊണ്ട് കയറ്റിയിട്ട് കത്തി കാണിച്ചും ഓരോന്നൊക്കെ ചെയ്ത് നമ്മളെ പേടിപ്പിച്ച് ഇവന്മാർ നമ്മളെ നെല്ലാം അടിച്ചോണ്ട് പോകും. അത്ര നല്ലത് സൂക്ഷിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും ഫോൺ മാക്സിമം സൂക്ഷിക്കുക.